ഹായ് ഗൈസ്, വിഷുവായിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? പിന്നീട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ വിഷുവായിട്ട് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോവാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗം ഒന്ന് കുളിച്ചൊരുങ്ങി പോവാട്ടോ. പെട്ടെന്ന് തന്നെ BB ക്രീമാണ് കേട്ടോ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കുമല്ലോ, ഞാൻ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ കേട്ടോ. വലിയ രീതിയിൽ മേക്കപ്പും കാര്യങ്ങളും ചെയ്യില്ല. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാണ് കേട്ടോ. പിന്നീടൊന്ന് ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിഷു ആശംസകൾ കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ സേഫ് ആയിട്ടിരിക്കുക. അങ്ങനെ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് അരി എഴുതി കൊടുക്കുക കേട്ടോ. അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടേ. ഇനി അടുത്തത് വേറെ ഒന്നല്ല, എൻ്റെ ലിപ് ബാമാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ലിപ്സ്റ്റിക് എങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നീട് എൻ്റെ പൊട്ട്, കുഞ്ഞിപ്പൊട്ട് കേട്ടോ, എപ്പോഴും ഈ കറുത്ത കുഞ്ഞിപ്പൊട്ട് ഞാൻ എപ്പോഴും വെക്കുന്നത്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ അത് തന്നെയാണ് കേട്ടോ ഇന്ന് വെച്ച് കൊടുക്കുന്നത്. ഇത് വേറെ ഒന്നല്ല, എൻ്റെ ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല, കുറേ നാളായി മേടിച്ചിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാന്ന്. അങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നെക്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കമ്മൽ ഇതാണ് കേട്ടോ. ബ്ലൗസിന്റെ കളർ കമ്മൽ എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു നാടൻ ലുക്കാണ് കേട്ടോ നോക്കുന്നേ. മുടിയും കൂടിയൊക്കെ കെട്ടിയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ കമ്മലും മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വളയാണ് കേട്ടോ. ഈ ഗോൾഡ് കളറിന്റെ വള എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. കമ്പി വളയാണേ. കുപ്പിവള എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്തത് മുടിയാണ് കേട്ടോ. വേഗം തന്നെ കെട്ടാണ്, കാരണം എല്ലാരും വിളിക്കാന്ന് പോവാനായിട്ട്. അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ മുടി കെട്ടാൻ പോവാ കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും ധാവണീന്റെ കൂടെയും സാരീന്റെ ഒക്കെ കൂടെ മുടി കെട്ടണേന്ന് വെച്ചാൽ നടുക്കുന്ന പവരെടുത്തിട്ട് രണ്ടു ഭാഗവും ഒന്ന് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്താലാണ് കേട്ടോ കൊള്ളാവുന്നത്. നടുക്കുന്ന പവരെടുക്കുമ്പോ എനിക്ക് കൊള്ളാന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അല്ലാതെ മുടി കെട്ടിയാൽ എനിക്ക് ഒരുമാതിരി ഇരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നടുക്കുന്ന തന്നെ പവരെടുത്തിട്ട് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കെട്ടുന്നത് കേട്ടോ. എനിക്ക് ചേരുന്നത് ഇങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പം മുടി മൊത്തം നല്ല ചടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചീകിയിട്ട് മുടിയൊന്ന് കെട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് ക്ലിപ്പ് കുത്തി കൊടുക്കാം. അപ്പൊ ഞാൻ ഈ കെട്ടുന്ന ഹെയർ സ്റ്റൈൽ ഇഷ്ടമായവർ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ചേരുന്നത് ഇതേപോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതേപോലെ തന്നെ കെട്ടിക്കൊണ്ട് പോകുന്നത്. വേറെ രീതിയിൽ എൻ്റെ മുടി കെട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും. അപ്പൊ എനിക്കിതാണ് എപ്പോഴും ചേരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മുടി രണ്ടു ഭാഗത്തുനിന്ന് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
അങ്ങനെ മുടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി വിഷു ആശംസകൾ നേരാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ എന്റെ ലുക്ക് ഇഷ്ടമായവരെല്ലാവരും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ.